PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, ദേശാഭിമാനിയാണ്. MOU ഒപ്പിട്ട് ഈ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയവരാണ് സാർ അപ്പുറത്തിരിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്നും ഇതിനാവശ്യമായ ധാരണാപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒപ്പുവെക്കാവുന്നതാണെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ആ ധാരണാപത്രത്തിൽ വെറുതെ ബഹളം വെക്കല്ലേ. ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. ഇതാണ് സാർ ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പണികളൊക്കെ ചെയ്തത്. ആ ജാള്യത മറക്കാനാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഒപ്പിടാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. 24-25 അധ്യയന വർഷത്തിന് മുമ്പ് ഞങ്ങളിത് ഒപ്പിട്ടോളാം, ഇതിവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ച കത്താണ് സാർ ഞാനിവിടെ വായിച്ചത്. പിന്നെ ഈ പറയപ്പെടുന്ന കമ്മിറ്റി കൂടി കേരളത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് നഷ്ടപ്പെടാതിരിക്കുവാനും സർക്കാർ സ്കൂളുകൾക്കും സ്കൂളിലെ കുട്ടികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളും തടസ്സപ്പെടാതിരിക്കുന്നതിനുമായി PM ശ്രീ പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്നും ഇതിനാവശ്യമായ ധാരണാപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒപ്പുവെക്കാവുന്നതാണെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഇതാണ് 17/7/24 കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിൽ നടന്ന കമ്മിറ്റിയുടെ തീരുമാനം. സർ, അത് കഴിഞ്ഞ് ഞാൻ ചുരുക്കി പറയാം, ഇതൊക്കെ എല്ലാവരും കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടതാണ്. പിന്നെ 2025 ഒക്ടോബർ 16 MOU ഒപ്പിട്ടു. MOU ഒപ്പിട്ട് ഈ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയവരാണ് സാർ അപ്പുറത്തിരിക്കുന്നത്. ഇവിടെ PM ശ്രീയിൽ ഒപ്പിടാതെ മാറി നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. പക്ഷേ എല്ലാവരെയും മുൾമുനയിൽ നിർത്തി ഇരുട്ടിന്റെ മറവിൽ അന്ന് ഒപ്പിട്ട കഥകളൊക്കെ അന്നത്തെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയാണ്. ഒരാളും പുറത്തറിയാതെ വളരെ രഹസ്യമായി ക്യാബിനറ്റിനെ പോലും അറിയിക്കാതെ, CPI-ക്കാർക്ക് അഭിപ്രായമുണ്ടോ, CPI-ക്കാർ പോലും അറിയാതെ അന്ന് ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? ബിനോയ് വിശ്വം അന്ന് ചോദിച്ചത് ഇതെന്ത് സർക്കാരാണെന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. കാരണം ഒരു ഉത്തരവാദിത്വമില്ല, CPI-ക്കാർ അറിഞ്ഞിട്ടില്ല. സർ, ആ ധാരണാപത്രത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ ഒപ്പിട്ട ധാരണാപത്രം, ആ ധാരണാപത്രത്തിൽ വെറുതെ ബഹളം വെക്കല്ലേ. ആ ധാരണാപത്രത്തിൽ പറയുന്നത് റിസർവ്സ് ദ റൈറ്റ് ടു റെസിൻഡ്, ക്യാൻസൽ, ടെർമിനേറ്റ് ദ എഗ്രിമെന്റ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഓഫ് 30 days എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. നിങ്ങൾ പറയട്ടെ, കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു കേന്ദ്രത്തിന്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. അതിന്റെ മലയാളം ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. പൊതു താല്പര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി, സർ ബേളം വെക്കല്ലെന്ന് പറയും, മുൻകൂർ നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിനു മാത്രം അവകാശം നിക്ഷിപ്തമായിരിക്കുന്നു. റിസർവ്സ്. ഇതാണ് സാർ ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. പിണറായി സർക്കാർ ഒപ്പുവെച്ച ഒരു കരാറിനെ കുറിച്ച് ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുന്നവർ ഓർക്കേണ്ടത്, ഈ സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങളൊരു കരാർ എവിടെ ഒപ്പിട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പണികളൊക്കെ ചെയ്തത്. സർ, ആ ജാള്യത മറക്കാനാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിലും പറയണത് ഞങ്ങൾ ഒപ്പിട്ടു, ശരിയാണ്, പക്ഷെ ഞങ്ങൾ റദ്ദാക്കി. ഒപ്പിട്ട കരാർ ഞങ്ങൾ റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. എവിടെ റദ്ദാക്കി?
റദ്ദിന്റെ കത്ത് ഞാൻ വായിക്കാം. The Council of Ministers of the state decided to constitute a committee from among its members to examine such concern raised and submitted in respect for further consideration. For facilitating the same, the Council of Ministers decided to keep the implementation of the MOU in abeyance. ക്യാൻസൽ ആക്കിയെന്ന് അവിടെ പറയുന്നത്. നോ ഇതിന്റെ മലയാളം എന്താ സർ? ഇതിന്റെ മലയാളം എന്താ? കരാർ റദ്ദാക്കണമെന്നോ തുടർ നടപടി വേണ്ടെന്നോ ഇതിൽ പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ. നിങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും തിരിയും. പറയൂ. അതായത് ചർച്ച പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഉണ്ടാക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ MOU നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കേണ്ടതാണെന്ന് അറിയിച്ചു. നീട്ടിവെക്കേണ്ടതാണ്. നോട്ട് ക്യാൻസൽഡ്. സർ, ഇത് കേന്ദ്രത്തെ അറിയിച്ചുകൊണ്ടൊരു കത്തെഴുതി. ആയതിന് നിയമപരമായി വല്ല സംഗതിയുണ്ടോ? സർ, ഞാൻ നേരത്തെ വായിച്ചു. കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്രത്തിന് വെച്ചുകൊടുത്തുകൊണ്ട് ഈ കരാറിലെ എല്ലാ അധികാരവും യൂണിലേറ്ററലായി ഏകപക്ഷീയമായി കേന്ദ്രത്തിന് നൽകിക്കൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ അവകാശങ്ങൾ ബലികഴിച്ചാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഇന്നത്തെ പ്രതിസന്ധി. സർ, ദേശാഭിമാനി 25/10/2025 ഒന്നാം പേജിൽ PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത്? സർ ആരാ പറയുന്നത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതിന്റെ തുടക്കം മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയാണ്. മനോരമല്ല. ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നത് വരെ ഉപസമിതി യോഗം ചേർന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ. ഗവൺമെന്റുകൾ തുടർച്ചയാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ആ സംഗതി, നിങ്ങൾ ഒപ്പിട്ട് പ്രതിസന്ധിയിലാക്കിയ ആ സംഗതിയിൽ ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റ് ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോ പ്രമേയ അവതാരകനോ അവകാശമില്ല. കാരണം ഊഹങ്ങളുടെ പേരിൽ റൂൾ 50 നിൽക്കില്ല. കാരണം ഊഹമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചോ? തീർത്തും പറയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരണത്തിനും ചരിത്രം വളച്ചൊടിക്കുന്നതിനും വക്രീകരിക്കുന്നതിനുമെതിരെ ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. ഇനിയും ആ നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. കിംസ് അൽഷിഫ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ഇഞ്ചറി തീരുമാനങ്ങളിൽ പരിക്ക് പറ്റാതിരിക്കട്ടെ.